നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ഡിസ്കഷൻ്റെ സീരീസിൽ നമ്മൾ ഡയറി റൈറ്റിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വയം നന്നാവുക, കൂടുതൽ കൂടുതൽ ബെറ്റർ ആവുക, ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ജീവിത യാത്രയിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആ വേർഷൻ അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാം. എന്തായിരിക്കും ആ ബെസ്റ്റ് വേർഷൻ? നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, ഇൻട്രോസ്പെക്റ്റ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാവും. ദ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ക്യാരക്ടർ എന്നുള്ള ഒരു പ്രോവർബുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസാനം ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിച്ചേരണം. അപ്പം എന്താണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ? പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പ്യൂറായിട്ടുള്ള സ്നേഹം ആണ് എന്ന് സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ടുള്ള ചാരിജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പ്യൂർ ലവ്. നമ്മൾ സൂര്യനെ ഉദാഹരണമായിട്ട് എടുക്കാം. സൂര്യൻ പ്രകാശം നൽകുന്നു. അത് മുമ്പിൽ നിൽക്കുന്നത് ആരാണ് എന്ന് ചിന്തിക്കാതെ, കാരണം അവിടെ ചിന്തയുടെ പ്രശ്നമില്ല, സൂര്യൻ്റെ സ്വഭാവമാണ് പ്രകാശിക്കുക എന്നത്. എല്ലാവർക്കും ഒരുപോലെ പ്രകാശം ലഭിക്കുന്നു. സൂര്യന് ഒരിക്കലും അന്ധകാരം കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം, എപ്പോഴും എല്ലായ്പ്പോഴും ആ സ്നേഹമായി തന്നെ നിലകൊള്ളാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ജീവിതയാത്രയുടെ ലക്ഷ്യം. നമ്മളൊരു സാധാരണ പിക്നിക് ട്രിപ്പിൻ്റെ ഉദാഹരണം എടുക്കാം. എന്തിനാണ് ഒരു പിക്നിക് ട്രിപ്പ് ഓർഗനൈസ് ചെയ്യുന്നത്? അതിൽ പങ്കെടുക്കുന്നവർ തമ്മിലുള്ള ആ സ്നേഹം, അതാണ് ഇതിൻ്റെ തുടക്കം. അത് കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ട് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിക്നിക് ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ യാത്ര പുറത്താണെങ്കിലും മാറ്റങ്ങൾ വരേണ്ടത് ഉള്ളിലാണ്. ഈ ലക്ഷ്യം വിസ്മരിക്കാൻ പാടില്ല. പിക്നിക് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും എല്ലാവരും കൂടുതൽ അടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ യാത്രയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥരാവുക എന്നുള്ളതാണ്. നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞിട്ട് എല്ലാവരുടെയും സന്തോഷത്തിന് പ്രാധാന്യം നൽകുക. അപ്പോൾ ഈ സ്വാർത്ഥത വെടിയുന്നതിനെയാണ് നമ്മൾ ത്യാഗം എന്ന് പറയുന്നത്, സാക്രിഫൈസ്. നമ്മുടെ ജീവിതയാത്രയിലും നമ്മൾ പഠിക്കേണ്ട പാഠം ത്യാഗത്തിൻ്റേതാണ്. കുടുംബം എന്ന് പറയുമ്പോൾ സ്നേഹം ത്യാഗത്തിലൂടെ പഠിക്കേണ്ട കളരിയാണ് എന്ന് ആദിഗുരുവായിട്ടുള്ള ലാലാജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുടുംബത്തിൽ പഠിക്കേണ്ടത് ത്യാഗമാണ്. എല്ലാവർക്കും എന്താണ് സന്തോഷം നൽകുന്നത്? കുടുംബത്തിൽ ഹാർമണി കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത്? അത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നിസ്വാർത്ഥരാകും. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യും. എല്ലാവരും കാര്യങ്ങൾ അന്വേഷിക്കും. നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ ഷെയർ ചെയ്യാൻ തയ്യാറാവും. എല്ലാവരുടെയും സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരും. ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ മുദിത എന്നുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അവരുടെ സന്തോഷത്തിൽ അവർ സന്തോഷിക്കുന്ന പോലെ തന്നെ സന്തോഷിക്കുക, ഇതാണ് മുദിത എന്ന് പറയുന്നത്. നമുക്കത് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ യാത്രയിൽ മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ ഫാമിലിയിൽ ഈ ത്യാഗബോധത്തിലൂടെ സ്നേഹത്തിലേക്ക് ഉയർന്നു അത് സമൂഹത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ തുടക്കം ഫാമിലിയിൽ നിന്നാണ്, അതിനുശേഷം സമൂഹത്തിൽ, പിന്നെ രാജ്യത്തിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പാൻഷൻ, സ്നേഹത്തിൻ്റെ എക്സ്പാൻഷൻ, കോൺഷ്യസ്നസിൻ്റെ എക്സ്പാൻഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കോൺഷ്യസ്നസിൻ്റെ, ബോധത്തിൻ്റെ എക്സ്പാൻഷൻ, ബോധത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ വികസനം തന്നെ, ഒരു വ്യത്യാസമില്ല. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ സ്നേഹം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഒരു ദിവസം അവസാനിക്കുമ്പോൾ
ഇന്നലത്തേക്കാളും കൂടുതൽ ഞാൻ സ്നേഹത്തിലേക്ക് ഉയർന്നു. സഹിഷ്ണുത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ആദ്യം തന്നെ ടോളറേറ്റ് ചെയ്യും. ടോളറേഷനിൽ നിൽക്കാൻ പാടില്ല, സ്നേഹത്തിലേക്ക് ഉയരണം. അപ്പോൾ എവിടെയാണ് നമ്മൾ കറക്ഷൻ കൊണ്ടുവരേണ്ടത്? ഉള്ളിലാണ്. ആ പുറം ലോകത്തിൽ എവിടെയെങ്കിലും നമുക്ക് വിഷമങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്യാൻ വിഷമങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ ഉള്ളിലാണ്, പുറത്തല്ല. അപ്പോൾ സ്വയം കറക്റ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത ദിവസം ആകുമ്പോഴേക്കും കുറച്ചും കൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ കോൺഷ്യസ്നസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ വിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഒരു തരി കൂടി നെഗറ്റിവിറ്റി ഇല്ലാണ്ടേ മാറണം, വിദ്വേഷങ്ങളില്ലാണ്ടേ മാറണം. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ആ യാത്ര ഉള്ളിൽ തന്നെയാണ്, വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ കറക്ഷൻ കൊണ്ടുവരേണ്ടത് ഉള്ളിലാണ്, നമ്മൾ സ്നേഹത്തിലേക്ക് വരേണ്ടത് ഉള്ളിലാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ റിലിജിയൻ ആയാലും നമ്മുടെ എഡ്യൂക്കേഷൻ ആയാലും എല്ലാം നമ്മളെ ഈ സ്നേഹത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളെ അൾട്ടിമേറ്റ് സ്നേഹമായിട്ടുള്ള ആ തലത്തിലേക്ക് ഉയർത്തുക. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് സ്നേഹം, പൂർണ്ണത എന്നുള്ളതിന് നമ്മളൊരു പേര് നൽകിയിരിക്കുന്നു. അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരീയതയിലേക്ക്, ഡിവിനിറ്റിയിലേക്ക് ഉയരുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം മനസ്സിൽ നിലനിർത്തിയിട്ട്, മുൻനിർത്തിയിട്ട് വേണം നമ്മൾ ജീവിതത്തിൻ്റെ ഈ യാത്ര നടത്താനായിട്ട്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ഓർമ്മ വേണം. എന്തിനാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്? നമ്മൾ പുറമേ ഇൻട്രാക്ട് ചെയ്യുന്നതിന് മുമ്പേ സ്വയം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ഇൻസ്ട്രുമെൻ്റ് ശരിയാക്കുക, പ്യൂരിഫൈ ചെയ്യുക, എന്നിട്ട് പുറത്തേക്ക് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ പോവുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, നമ്മുടെ ജാഗ്രത അവസ്ഥയിൽ എല്ലാവരും ഇൻട്രാക്ട് ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്കത് റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് കൂടുതൽ അവിടെ ബെറ്ററാകുമ്പോൾ, നമ്മളവിടെ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാനാവുമ്പോൾ, നിസ്വാർത്ഥത പ്രകടിപ്പിക്കാനാവുമ്പോൾ നമ്മുടെ മെഡിറ്റേഷനും കൂടുതൽ ഡെപ്തിലേക്ക് പോകുന്നു. കാരണം നമുക്ക് ഡ്യൂട്ടീസ് പെർഫോം ചെയ്ത് കഴിഞ്ഞു, ഇനി ശാന്തമായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ അശാന്തി ഉണ്ടാവുന്നത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ചിന്തകൾ അലട്ടുന്നു. അതിൻ്റെ കാരണം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ഡ്യൂട്ടീസ് ശരിയായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്തില്ല എന്നുള്ളതാണ്. ഡ്യൂട്ടീസ് ശരിയായിട്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തോട് കൂടിയിട്ട്, നിസ്വാർത്ഥതയോട് കൂടിയിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ മെഡിറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ആ മെഡിറ്റേഷനിൽ ലഭിക്കുന്ന ഉയർന്ന തലത്തിലുള്ള മനസ്സിൻ്റെ ബാലൻസ് അത് നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പരസ്പരം പൂരകങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് അല്ല. ജാഗ്രത അവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ട് ചിറകുകൾ പോലെയാണ്. മനുഷ്യന് മാത്രമേ ഈ തരത്തിൽ ഉയരാൻ സാധിക്കുള്ളൂ. വേറെ ജീവജാലങ്ങൾക്ക് അവരുടെ ആ സ്ഥിതിയിൽ നിന്ന് ഉയരാൻ സാധിക്കില്ല. മനുഷ്യന് ആ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോഴുള്ള ഈ സ്ഥിതിയിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ ബെറ്ററായിട്ടുള്ള സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കും. മനുഷ്യരെയും സർവ്വചരാചരങ്ങളിൽ തൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഗ്രോത്ത്. അപ്പോൾ അതിനായിട്ട് മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റെപ്പാണ്. ആ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഡയറിയിൽ റെക്കോർഡ് ചെയ്യണം എന്തൊക്കെ ചിന്തകളാണ് അലട്ടിയത്. അതുപോലെ തന്നെ ഉണർന്നിരിക്കുന്ന അവസ്ഥ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ജാഗ്രത അവസ്ഥയിൽ എന്നെ ബാധിച്ച കാര്യങ്ങൾ എന്താണ്, ഉറങ്ങിക്കഴിഞ്ഞിട്ട് എണീക്കുമ്പോഴോ എൻ്റെ ഉറക്കത്തിൽ എൻ്റെ അനുഭവങ്ങൾ എന്തായിരുന്നു, സുഖമായിട്ട് ഉറങ്ങാൻ സാധിച്ചു, ഏതൊക്കെ തരത്തിലുള്ള ഡ്രീംസാണ് വന്നത്. അത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളുടെ ഒരു സൂചകമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഡ്രീംസിനെ പറ്റി ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കാണിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള പ്യൂരിഫിക്കേഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷനിൽ നമുക്ക് മെഡിറ്റേഷനെ കുറിച്ചിട്ട്, എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം, മെഡിറ്റേഷൻ കഴിഞ്ഞ് എങ്ങനെ ഡയറി റെക്കോർഡ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.